മനസ്സിൽ ഉദ്ദേശിച്ച ആളുടെ സ്നേഹം നേടിയെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഒരു 7 ദിവസം മെനക്കെടാൻ തയ്യാറാണ് എങ്കിൽ നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ടാണോ ഈ ചെയ്യുന്നത് അവർ ഇങ്ങോട്ട് നമ്മെ സ്നേഹിക്കും. നമ്മെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? സ്നേഹിക്കും. ഇങ്ങോട്ട് നമ്മളോട് അടുപ്പത്തിൽ വരും. ഇങ്ങോട്ട് നമ്മളോട് പ്രണയമുണ്ടാകും. ഇങ്ങോട്ട് നമ്മെ അവർ സ്വീകരിക്കാൻ തയ്യാറാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പിണക്കങ്ങളൊക്കെ തീർത്തുമാറാട്ടെ. ഖൽബിൽ നല്ല ചേർച്ച നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടു നോക്കാം. പരസ്പരം പിണക്കത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇനി തൻ്റെ കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നവർ പിണങ്ങിപ്പോയി അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, അയൽവാസികളുടെ സ്നേഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, ബന്ധുമിത്രാദികളുടെ സ്നേഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, ഏത് സ്നേഹമാണോ ഹലാലായ മാർഗത്തിലൂടെയുള്ള ഏത് സ്നേഹവും അത് തിരിച്ചു പിടിക്കാൻ ഇങ്ങോട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കാനും കൂടെ കൂട്ടാനും എന്ത് ചെയ്താൽ മതി? ഒരു 7 ദിവസം ഈ പറയുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട്, ഈ പറയുന്ന ചെറിയൊരു ദുആ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട, കുറഞ്ഞ സമയം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും തീർത്ത്, എല്ലാ വിഷമങ്ങളും വഴക്കുകളും പോരുകളും ഒക്കെ തീർത്ത് പരസ്പര സ്നേഹവും ഐക്യവും നൽകട്ടെ. പല ആളുകളും പ്രത്യേകം ദുആ ഇറക്കാൻ പറഞ്ഞവരുണ്ട്. വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയ ദമ്പതികൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് മക്കളുള്ളതിന്റെ പേരിൽ കടിച്ചു പിടിച്ച് ആ വൈവാഹിക ബന്ധത്തിൽ തൂങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് സമാധാനത്തിൽ സ്വസ്ഥതയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. സ്നേഹബന്ധം, സ്നേഹത്തിന് വലിയ വിലയുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ. ഹുബ്ബിന് വലിയ പ്രാധാന്യമുണ്ട്, അല്ലേ? പരസ്പരം സ്നേഹമുള്ളവരാകണം. അഫ്ഷുസ്സലാമ ബൈനക്കും എന്ന് വിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാം. മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യുക? നിങ്ങൾ സലാമിനെ ഇങ്ങനെ വിതരണം. അതായത് ആരെ കണ്ടാലും അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ സലാം പറയണം. മുസ്ലിം ആണെങ്കിൽ കേട്ടോ, മുസ്ലിമീങ്ങൾക്ക് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? സലാം പറയണം. അയാളെ അറിയാം, അയാളോട് സലാം പറഞ്ഞു. ഇയാളെ അറിയില്ല, അയാളോട് സലാമില്ല. അങ്ങനല്ല. കാരണം അറിയുന്ന ഇപ്പോൾ പള്ളിയിലേക്ക് കയറി വന്നു കുറേ ആളുകളുണ്ട്. പള്ളിയിൽ ഇപ്പോൾ മുസ്ലിങ്ങളല്ലേ കയറി വരിക നിസ്കരിക്കാൻ. അപ്പോൾ പോകുമ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരോടും പറ്റുന്നവരോടൊക്കെ സലാം പറഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു ഇസ്ലാമികപരമായിട്ടുള്ള ഫംഗ്ഷന് വന്നു, ഒരു ദർസിലെ ഒരു ക്ലാസ്സിന് വന്നു, മജ്ലിസിൽ വന്നു, ഉമ്മമാർ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറേ ഉമ്മമാരുണ്ട്. എല്ലാവരോടും സലാം പറയാം. അതിൽ കൂട്ടത്തിൽ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അവിടെ ആരെയും നോക്കണ്ട, എല്ലാവരോടും സലാം പറയാം. അഫ്ഷു സലാം അവനക്ക്. എന്താ ഇതിന് കാരണം എന്ന് അറിയാം? ഇങ്ങനെ സലാം പറയുന്നവരുടെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്പരം മഹബ്ബത്ത് ഇട്ട് കൊടുക്കുന്ന, പരസ്പര സ്നേഹം ഇട്ട് കൊടുക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കൽബിനൊരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടുപ്പം ഉണ്ടാവും. വെറുപ്പ് മാറും, പോര് മാറും, പകകൾ മാറും. അങ്ങനെ വിദ്വേഷങ്ങളൊക്കെ മാറിയിട്ട് പരസ്പര ഒരു സ്നേഹം. അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. നമുക്ക് ഹലാലാക്കി തന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാദികൾ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ തുടങ്ങിയിട്ട് നമ്മളുമായി ബന്ധം, നമ്മുടെ ഹലാലായ കൂട്ടുകാർ, ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ശിഷ്യന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട ചില ഹലാലായ സ്നേഹബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ സ്നേഹബന്ധങ്ങൾ അത് ഊട്ടി ഉറപ്പിക്കുക, എപ്പോഴും ദൃഢമായി കൊണ്ടു നടക്കുക, അതൊക്കെ നമ്മുടെ ബാധ്യതയും കടമയുമാണ്. അതിന് വിള്ളൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, അതിന് വിള്ളലുണ്ടാകുന്ന, അതിന് പോരായ്മ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോവുക. അത് വിവാദമാക്കാതെ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാക്കാതെ അതൊക്കെ പരിഹരിച്ച് രമ്യമാക്കി കൊണ്ടുപോവുക. ഇതൊക്കെ നമ്മുടെ ഒരു കടമയും ബാധ്യതയുമാണ്. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ കാരണം അത് തൊലാഖിന്റെ വക്കിലെത്തിക്കും. അത് അവസാനം വെട്ടിപ്പിരിഞ്ഞ് രണ്ടാക്കി മക്കളെയും വഴിയാധാരമാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും. എന്നാൽ അടുത്തിരുന്നൊന്ന് സംസാരിച്ച് തീർക്കാവുന്ന വിഷയം ഉണ്ടാവുള്ളൂ, ചെറിയ വിഷയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കൂട്ടുകാർ തമ്മിലുള്ള ചിലപ്പോൾ ചെറിയ വഴക്കുകൾ, ചില ഈഗോ പ്രശ്നത്തിന്റെ പേരിലൊക്കെ അത് ഊതിപ്പെരിപ്പിച്ച് വലിയ വർഗീയ വഴക്കായിട്ട് അത് മാറ്റും. അതുപോലെ തന്നെ അയൽവാസികൾ തമ്മിലുള്ള ചെറിയൊരു അതിർത്തി തർക്കത്തിന്റെ പേരിലുള്ള ചെറിയൊരു വഴക്ക് അതങ്ങോട്ട് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുക. ഇങ്ങനെ തുടങ്ങിയ സഹോദരങ്ങൾ തമ്മിൽ സമ്പത്തിന്റെ പേരിലുള്ള വഴക്ക്, അവകാശത്തിന്റെ പേരിലുള്ള വഴക്ക്, ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വഴക്കുകൾ, അല്ലെ? പ്രശ്നങ്ങൾ. ഇനി നമ്മൾ ആഗ്രഹിക്കണമെന്നത് നമ്മുടെ ഭർത്താവ് നമ്മെ സ്നേഹിക്കണം, അല്ലെ നമ്മുടെ ഭാര്യ നമ്മെ സ്നേഹിക്കണം, അല്ലെ നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കണം, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാകണം, സഹോദരങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണം, അയൽവാസികൾക്ക് നമ്മളോട് മഹബത്ത് ഉണ്ടാകണം. ആരാണോ നമ്മളോട് പിണങ്ങിക്കഴിയുന്നവരാകട്ടെ, അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാകട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ആളുകൾ നമ്മോട് ഇഷ്ടമുള്ളവരായി കിട്ടണമെങ്കിൽ നമ്മളോട് മഹബത്ത് വേണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ളവരാകണം. തസ്ഖീർ എന്നാ പറഞ്ഞത്. തസ്ഖീർ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ട് കിട്ടുക എന്നാ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഓക്കെ പറയാം.
നമ്മളിപ്പം എന്തെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ശരി വെച്ച് തരിക, ഓക്കെ പറയാം, അവർ അതിന് വഴിപ്പെടുക. അങ്ങനത്തെ രൂപത്തിൽ നമുക്ക് തഹബീബിന് വേണ്ടിയും, അതായത് ഹുബ്ബുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും അതുപോലെ നമുക്ക് വഴിപ്പെട്ട് കിട്ടാൻ വേണ്ടിയും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം? ഒരു 7 ദിവസം ഒന്ന് മെനക്കെടണം. 7 ദിവസം അതിനുവേണ്ടി ഒന്ന് മാറ്റിവെക്കാന്ന് വെച്ചാൽ വേറെ ഒരു ജോലിയും ചെയ്യേണ്ട എന്നല്ല, മറിച്ച് ഇത് സുബഹിക്ക് ശേഷവും അതുപോലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്തും ചെയ്താൽ മതി. സുബഹിക്ക് ശേഷം ഉടനെ ജോലി ചെയ്യുന്ന ആളുകൾ കുറവല്ലേ. അപ്പോൾ അവർക്ക് സമയം കിട്ടും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കുറഞ്ഞ സമയം ഇതിനു വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഉദ്ദേശിച്ച ആളുകളുടെ പിണക്കമൊക്കെ മാറ്റിയിട്ട് സ്നേഹബന്ധത്തിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് വീട്ടിലെ ഉമ്മമാർ, സഹോദരിമാരൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ കിട്ടാൻ കാരണമായി തീരും. മക്കൾ കൂടുതൽ സ്നേഹിക്കാൻ കാരണമായി തീരും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് മക്കൾ തീരെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു മകനുണ്ട്, ആറ്റുനോറ്റ് വളർത്തിയ മകനാണ്, പക്ഷേ അവൻ തീരെ സ്നേഹമില്ല, എന്തോ ഒരു വൈരാഗ്യമുള്ളതുപോലെ പെരുമാറുന്നതെന്നൊക്കെ ആ സഹോദരി പറഞ്ഞിട്ട് സങ്കടം തോന്നി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. നല്ല സ്നേഹമുള്ള മക്കളാക്കി തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? 7 ദിവസം രാവിലെ സുബഹി നിസ്കരിച്ചതിന് ശേഷം, ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരാണ് എങ്കിൽ അവർ ഇത് ചൊല്ലുമ്പോൾ ദിക്ർ എന്ന നിലയിൽ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. ദിക്റാണ് ഈ ചൊല്ലുന്നത് എന്ന്, കാരണം ഇതിൽ ഫാത്തിഹയുടെ ആയത്തുകൾ വരുന്നുണ്ട്. അപ്പം ദിക്ർ എന്ന നിലയിൽ ചൊല്ലാൻ കഴിയും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരുടെ ഓതാൻ പറ്റുന്ന സമയത്ത് അവർ ചെയ്താൽ മതി. അപ്പം ദിക്ർ എന്ന നിലയിൽ എന്ത് ചെയ്യുക? നമ്മൾ ചൊല്ലണം 25 തവണ. ഞാൻ ഈ പറയുന്ന സംഗതികൾ 25 തവണ സുബഹിക്കും ചെയ്യണം, 25 തവണ അസറിന് ശേഷം വൈകുന്നേരവും ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഉദ്ദേശിച്ച ആളുകളുടെ ആ സ്നേഹം കിട്ടും. എന്താ ചെയ്യേണ്ടത്? ഒന്നാദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി, അത് പറ്റുമെങ്കിൽ 25 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞതിന് ശേഷം യാ വദൂദു, ഈ ദിക്ർ, ഈ ദുആ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ ദുആ ഒരു തവണ പഠിച്ചു വെച്ചാൽ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയുള്ളത് ചൊല്ലാനും എളുപ്പമുണ്ടാകും. യാ വദൂദു സഖിർ ലി വലയ്യിൻ ഖൽബ ഫുലാൻ ഇബ്നു ഫുലാനിൻ. ഇത്രയേ ഉള്ളൂ ആ ദിക്ർ. എന്താണ്? യാ വദൂദു സഖിർ ലി വലയ്യിൻ ഖൽബ ഫുലാൻ ഇബ്നു ഫുലാൻ. എന്താണ് ഇതിന്റെ അർത്ഥം വരുന്നത്? യാ വദൂദു, വദൂദായ അല്ലാഹുവേ, സഖിർലി, എനിക്ക് വഴിപ്പെടുത്തി തരണേ അല്ലാഹ്. ചോദിക്കുകയാണ് അല്ലാഹുവിനോട്. വലയ്യിൻ, നീ മയപ്പെടുത്തി തരണം, നീ ഒരു കൃപ ഇട്ട് കൊടുക്കണം. ഖൽബ ഫുലാൻ ഇബ്നു ഫുലാൻ, ഫുലാൻ ഇബ്നു ഫുലാൻ എന്നല്ല നിങ്ങൾ പറയേണ്ടത്. ആ ഫുലാൻ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ആരെയാണ് ഉദ്ദേശിച്ചത് അയാളെയും, ഇബ്നു ഫുലാൻ എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ വാപ്പാനെയും പറയണം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എൻ്റെ പേര് മുജീബ്, എൻ്റെ വാപ്പാന്റെ പേര് ജലാൽ. ഇപ്പം എൻ്റെ പേരിലാണ് പറയുന്നത് എങ്കിൽ എങ്ങനെ പറയണത്? യാ വദൂദു സഖിർലി വലയ്യിൻ ഖൽബ മുജീബിബിന് ജലാൽ. എങ്ങനെ പറയേണ്ടത്? എൻ്റെ പേരും ഇബിന് ജലാൽ, അതായത് ജലാലിന്റെ മകനായ മുജീബ്, അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പൊ ഇനി എന്താണ്, വേറെ ഒരാളാണ്, ആളുടെ പേര് റഹീം എന്നാണ്, ആരുടെ വാപ്പാടെ പേര് റഹ്മാനി എന്നാണ്, ഉദാഹരണം പറയാം. അപ്പൊ എന്ത് പറയണം? റഹീം ഇബിന് റഹ്മാൻ. ഇനി പെണ്ണാണ് എനിക്ക് എന്ത് ചെയ്യുക? ഫാത്തിമത്ത് ബിന്ത്, അവിടെ ബിന്ദു പറയണം, പെണ്ണായതുകൊണ്ട് ഫാത്തിമത്ത് ബിന്ത് എന്ത് ചെയ്യണം? വാപ്പാന്റെ പേര് അബ്ദുല്ലാന്നോ എന്താണോ അവിടെ പറയാം, വാപ്പാന്റെ പേര് പറയാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? ആ ഫുലാൻ ഇബിന് ഫുലാൻ എന്നുള്ളിടത്ത് നമ്മൾ ആ ഉദ്ദേശിച്ച ആളുടെ പേരും വാപ്പാന്റെ പേരും പറയാം. മനസ്സിലായോ പറയേണ്ടത്? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റായി ചോദിച്ചാൽ മതി. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞതിന് ശേഷം 25 തവണ പറഞ്ഞതിന് ശേഷം ഈ ദുആ 25 തവണ പറയുക. ഇത് ചൊല്ലി തീർക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ചിലപ്പോൾ ഓർത്തിങ്ങനെ ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഇവിടെ ഫുലാൻ ഇബ്നു ഫുലാൻ എന്നേ കാണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഉദ്ദേശിച്ച ആളുടെ പേരും വാപ്പാന്റെ പേരുടെ ചേർത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കടലാസിൽ എഴുതി വെച്ചിട്ട് ചൊല്ലുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോക്കി ചൊല്ലാൻ കഴിയും. ഇനി അതിനുശേഷം ഇത് 25 തവണ ചൊല്ലിയതിനു ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഫാത്തിഹയുടെ 2ാമത്തെ ആയത്ത്, അതും എന്ത് ചെയ്യണം? 25 തവണ ചൊല്ലിയതിനു ശേഷം അവിടെ പറയേണ്ടത് എന്താ? യാ റഖീബു സഖിർ വലയ്യിൻ ലി ഖൽബ ഫുലാൻ ഇബ്നു ഫുലാൻ. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പറയേണ്ട ഇസ്മു മാത്രമേ മാറിയിട്ടുള്ളൂ. ആദ്യം പറഞ്ഞത് വദൂദ് ആണ്, രണ്ടാമത് പറഞ്ഞതോ റഖീബാണ്. റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകനായ അല്ലാഹ്. ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? ആ ക്രമം ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുലാൻ ഇബ്നു ഫുലാൻ എന്നിടത്ത് നമ്മുടെ ഉദ്ദേശിച്ച ആളുടെ പേര് പറയാം, അത് 25 തവണ. ഇനി അർ റഹ്മാൻ റഹീം 25 തവണ പറഞ്ഞതിന് ശേഷം അവിടെയും പറയാം യാ വദൂദു സഖിർ ലി വലയ്യിൻ ഖൽബി ഫുലാൻ ഇബ്നു ഫുലാൻ. ഈ ദുആ തന്നെ നമ്മുടെ ആ പേര് സഹിതം പറയുക, അതും 25 തവണ. ഇതിനുശേഷം ഇയ്യാക നഅബുദു അല മാലികി യൗമിദ്ദീൻ,
അതും 25 തവണ. അതിനുശേഷം യാ റഖീബു സഖിർ ലി വലയ്യിൻ ഖൽബ ഫുലാൻ ഇബ്നു ഫുലാൻ, അതും പറയാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 25 തവണ. യാ വദൂദു സഖിർ ലി, ഇപ്പൊ പറഞ്ഞ പോലെ ദുആ ചെയ്യുക. അതുപോലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതിനുശേഷം യാ റഖീബു എന്ന ദിക്ർ, അതുപോലെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അത്രയും ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, അത് 25 തവണ ചൊല്ലി. അതിനുശേഷം യാ വദൂദു സഖിർ വലയ്യിൻ ഖൽബ ഫുലാൻ ഇബ്നു ഫുലാൻ, അത് ചൊല്ലിയതിന് ശേഷം, അതൊക്കെ 25 തവണയാണ് ചൊല്ലേണ്ടത് കേട്ടോ. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ബിസ്മി ചൊല്ലിയതിനു ശേഷം യാ വദൂദ് പറഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം യാ റഖീബു എന്ന ദിക്ർ കൊണ്ട് തുടങ്ങേണ്ടത്, ഇസ്മുണ്ട്. പിന്നെ യാ വദൂദു യാ റഖീബു യാ വദൂദു യാ റഖീബു, അങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹം കിതാബിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ യാ വദൂദ് സഖിർ ലി വലയ്യിൻ ഖൽബ ഫുലാൻ, അതിനുശേഷം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ 25 തവണ ചൊല്ലുക. അതിനുശേഷവും യാ റഖീബു സഖിർ വലയ്യിൻ ഖൽബ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത്രയും ചൊല്ലിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ദുആ ആരനേക്കുക, റബ്ബിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞ് ദുആ ആരക്കുക. അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത്, ആരെയാണോ ഉദ്ദേശിച്ചത്, യഹ്സുലു, അത് ഹാസിലായി കിട്ടുന്നതാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു തരികയാണ്. എന്താണോ അദ്ദേഹം കൽബിൽ ഉദ്ദേശിച്ചത്, ആരുടെ സ്നേഹം വേണം, മഹബത്ത് വേണം എന്നാണ് ഉദ്ദേശിച്ചത്, നമ്മൾ ഈ പറഞ്ഞ പേര് ആരുടെ പേരാണോ അവരുടെ സ്നേഹം അത് നമുക്ക് ലഭിക്കാൻ ഇങ്ങോട്ട് അവരെ സ്നേഹിക്കും. ഇങ്ങോട്ട് പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്ന് സലാം പറയും. നിങ്ങൾ ചെയ്തു നോക്കി, ഇൻഷാ അല്ലാഹ് അതിന് ഫലം കിട്ടും, 100% ഉറപ്പാണ്. നല്ല നിയ്യത്തോട് കൂടിയിട്ട് ചെയ്യാം. ഇത് സുബഹയ്ക്ക് ഇത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നപ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നിയോ? ഇല്ല, നമ്മൾ ചെല്ലി വന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് ചെയ്യുക, നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രശ്നം, ഒരു പ്രയാസം തീരാൻ വേണ്ടിയിട്ടല്ലേ, കുറഞ്ഞ നമ്മുടെ കുടുംബം ഒന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അതിനുവേണ്ടി കുറഞ്ഞ സമയം ചിലവാക്കിയാൽ നഷ്ടമൊന്നുമില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അള്ളാഹു ഊട്ടിയുറപ്പിച്ചിരട്ടെ. കൂട്ടത്തിൽ പറയട്ടെ, ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല. അത് പറയാനുള്ള കാരണം, ഹറാമായ ബന്ധങ്ങൾക്ക് ഇത് ഉപയോഗിച്ചു, ചിലപ്പോൾ ആ ബന്ധം എന്ത് ചെയ്യും, അള്ളാഹു ചിലപ്പോൾ നടത്തിത്തരും. ഒരു പെണ്ണ്, സ്നേഹിച്ച ഒരു പെണ്ണ് തൻ്റെ കൂടെ എന്ത് ചെയ്യണം, തനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടണം, അല്ലെങ്കിൽ തനിക്ക് എന്ത് ചെയ്യുക, തന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം, പ്രേമിക്കണം എന്നാഗ്രഹിച്ച ഒരു പയ്യൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇങ്ങോട്ട് എന്ത് ചെയ്തു, ഒരു പയ്യനെ സ്നേഹിച്ചിട്ട് അവനെ വേണ്ടി ചെയ്തു. ചിലപ്പോൾ അത് അള്ളാഹു എന്ത് ചെയ്യും, അടുപ്പിച്ചു തരും. എന്നാൽ ആ ബന്ധം കൊണ്ട് ജീവിതത്തിൽ വലിയ ഫിത്ന ഉണ്ടാവും, വലിയ ഇടങ്ങേറുണ്ടാവും. മഹാന്മാർ പഠിപ്പിച്ചെന്ന ഈ നല്ല നല്ല മാർഗങ്ങൾ ഹറാമായ വഴിക്ക് വേണ്ടി ആരെങ്കിലും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലൂടെ വലിയ ഇടങ്ങേറ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ചിലപ്പോൾ ആ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് അള്ളാഹു വലിയ വൈകല്യം കൊടുക്കും. ആ കുട്ടിയെ കൊണ്ട് സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലുകളിൽ ചെലവാക്കേണ്ട അവസ്ഥ വരും. ആ കുട്ടിയെ കൊണ്ട് വല്ലാതെ ഇടങ്ങേറായി പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവർക്കെതിരെ നിൽക്കുന്ന, ഇവരെ പരീക്ഷിക്കപ്പെടുന്ന കുട്ടികളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. അല്ലെങ്കിൽ ഈ ബന്ധം അള്ളാഹു അധികകാലം കൊണ്ടുപോകില്ല, അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് എന്ത് ചെയ്യും, വഴക്കിലാവും. പല കേസുകളും പ്രേമിച്ച് ഒളിച്ചോടിയിട്ട് വഴിയിൽ വെച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന സംഭവമൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണുന്നുണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ, പ്രയാസങ്ങളിലൊക്കെ ചെന്ന് വിട്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞത് ഹലാലായി നമുക്ക് അനുവദിച്ചു തന്ന ആളുകളുടെ സ്നേഹം ലഭിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു മാർഗമാണ്. അള്ളാഹു സ്നേഹബന്ധം നിലർത്തി തരുമാറാകട്ടെ. എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തീർത്തരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വിവാഹമോചനത്തിന്റെ വക്കിലൊക്കെ എത്തിക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. അവർക്കൊരു ആശ്വാസമായിരിക്കും, അവർക്കൊരു പരിഹാരമായിരിക്കും. അള്ളാഹു അതിന്റെ കൂലി നമുക്ക് നൽകും. അള്ളാഹു നൽകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.